നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. കുടുംബത്തോടൊപ്പം വേളാങ്കണ്ണിയിൽ പോയി മടങ്ങി വരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിക്കപ്പെട്ടത്. ട്രെയിനിൽ വെച്ച് ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. തുടർന്നാണ് മരണം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 3:30 ട്രെയിൻ തെങ്കാശിയിലെത്തി. അപ്പോഴാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായത്. അപ്പോൾ ചുറ്റുമുള്ളവർ ഉടനെ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം കൂടിയാണ് അദ്ദേഹം. KSE, കേരള യൂത്ത് ഫ്രണ്ട് എന്നിവയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ OV ലൂക്കോസിന്റെ മകനാണ് പ്രിൻസ് ലൂക്കോസ്. കോട്ടയം പെരുമ്പയിക്കാട് സ്വദേശിയാണ്. കോട്ടയം ബാറിലെ അഭിഭാഷകൻ കൂടിയാണ് പ്രിൻസ്. പാർട്ടിയിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമായി ഇടപെടുന്ന പ്രിൻസ് ഏവർക്കും പ്രിയങ്കരനായ നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നടങ്കം വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. വേളാങ്കണ്ണിയിൽ കുടുംബത്തോടൊപ്പം പോയി അദ്ദേഹം മടങ്ങി വരുന്നതിനിടയിലാണ് ഹൃദയാഘാതം സംഭവിച്ചത്. തീർച്ചയായിട്ടും വളരെ വേദനയോടെയാണ് കുടുംബവും അതുപോലെ തന്നെ കോൺഗ്രസും ആയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കാസർഗോഡ് മേൽപ്പറമ്പിൽ നവവധുവിന്റെ കടുങ്കൈ. ഭർത്തൃ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ നവവധുവിനെ കണ്ടെത്തിയിരിക്കുന്ന സംഭവം. അരമങ്ങാന സ്വദേശി രഞ്ജേഷിന്റെ ഭാര്യ K. നന്ദനയാണ് ആത്മഹത്യ ചെയ്തത്. 21 വയസ്സുകാരിയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മുറിയിൽ. ഇന്നലെ രാവിലെ താൻ മരിക്കാൻ പോവുകയാണെന്ന ഫോൺ സന്ദേശം നന്ദന അമ്മ സീനയ്ക്ക് അയച്ചിരുന്നു. സന്ദേശം കിട്ടിയുടൻ ഭർത്തൃ വീട്ടുകാർ ഇക്കാര്യം അമ്മ അറിയിച്ചു. തുടർന്ന് അവർ മുറിയിൽ കരിയിലെത്തുന്നു. മുറി തട്ടിയിട്ടും മുട്ടിയിട്ടും ഈ പെൺകുട്ടി വാതിൽ തുറക്കുന്നില്ല. തുടർന്ന് വീട്ടുകാർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏപ്രിൽ 26-നായിരുന്നു നന്ദനയുടെ വിവാഹം. പ്രണയ വിവാഹമായിരുന്നു. പെരിയ ആയമ്പാറ വില്ലാരംപതിയിലെ K. രവിയുടെയും സീനയുടെയും ഏക മകളാണ്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തു. RDO ബിനു ജോസഫ്, SI KN സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.